ക്ഷമിക്കണം, എന്റെ പേര് ഗഫൂർ. ഞമ്മളൊന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാണ്. ടോക്കൺ നമ്പർ 14. ഇപ്പൊ ഉള്ളിലുള്ളത് 13. അടുത്തത് നിങ്ങളാ. ഓ, വലിയ ഉപകാരം. ആർക്കും ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ടോക്കൺ നമ്പർ 14. അത് ഞമ്മളാണ്. എന്നാ പിന്നെ ഞമ്മള് പോയി കാണിച്ചു പറ്റ സ്നേഹിതന്മാരെ. എന്ത് നല്ല മനുഷ്യൻ, എന്തൊരു വിനയം. എന്താ അസുഖം? 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഞമ്മള് കെട്ടിയോള് സൂറാവിന്റെ പ്രശ്നം, പിന്നെ ഒന്ന് ഞമ്മളെ പ്രശ്നം, ഞമ്മളെ സ്വന്തം പ്രശ്നം. ഭാര്യക്ക് എന്താ പ്രശ്നം? ഓക്ക് വല്ലാത്തൊരു സൂക്കേടാണ് സാറേ. അങ്ങനെ ഒരു സൂക്കേടില്ലല്ലോ, എന്തെങ്കിലും ഒരു പേര് കാണില്ലേ? അത് പിന്നെ ഉറക്കത്ത് സംസാരിക്കുന്ന ഒരു പ്രത്യേക തരം സൂക്കേട്. ഇതാണോ വല്ലാത്ത സൂക്കേട്? ഇതൊക്കെ വളരെ നിസാരമല്ലേ. ഈ അസുഖം ഒട്ടുമിക്ക ആളുകൾക്കുള്ളതാ. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞമ്മക്ക് വല്ലാത്ത ടെൻഷൻ. ഓഹോ, നിങ്ങൾക്ക് അത്ര ടെൻഷൻ ആണെങ്കിൽ ഞാനൊരു മരുന്ന് തരാം, നല്ല കുറവുണ്ടാവും. ഏയ്, അത് വേണ്ട ഡോക്ടറെ. ഓള് സംസാരിച്ചോട്ടെ. ഉറക്കത്തിലല്ലേ, പാവം. ഞമ്മളെന്തിനാണ് അത് വെറുതെ എല്ലാം ഉണ്ടാക്കണ്? താൻ എന്തൊക്കെയായി പറയുന്നത്? അപ്പൊ മരുന്ന് വേണ്ടേ? മരുന്ന് വേണം. പക്ഷേ ഓൾ ഉറക്കത്ത് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാനുള്ള വല്ല മരുന്നുണ്ടെങ്കിൽ അതാണ് ഞമ്മക്ക് വേണ്ടത്. സൂക്കേട് മനസ്സിലായി. അങ്ങനെയുള്ള മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. തന്റെ പ്രശ്നം എന്താ, അത് പറയ്. എന്റെ പ്രശ്നം, എനിക്ക് ദേഷ്യം എന്നുള്ള ഒരു വികാരമില്ല ഡോക്ടറെ. അത് കാരണം വലിയ പ്രശ്നത്തിലാണ് ഞമ്മള്. ആർക്കും ഇന്നെ ഒരു പേടിയില്ല. എന്റെ മോൻ പോലും ഇന്നെ ചിലപ്പോ അളിയാന്നാണ് വിളിക്കാറ്. ഓഹോ, അങ്ങനെയാണല്ലേ. ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതി തരാം. ഡോക്ടർ, ഇതിനെല്ലാം കൂടി ഇപ്പൊ എത്ര രൂപയാവും? ഒരു 4500 രൂപയാവും. ഇതിൽ 500 എന്റെ ഫീസാ. 4500? ഈ ഡോക്ടറാണെന്നൊന്നും ഞമ്മള് നോക്കൂല. ചാവട്ടി പത്രി പോലായിക്കാളും. ആരാണ്ട് എന്നെ ഡോക്ടറാക്കിയത്? താങ്ക് യു ഡോക്ടർ, താങ്ക് യു.